നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ എന്താണ് ഒരു ഗ്രാഫ്, എങ്ങനെയാണ് ഒരു ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫിലുള്ള ഓരോ ടേംസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ്, അതായത് ഗ്രാഫ്സ് എങ്ങനെയൊക്കെ തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതിലെ ഫസ്റ്റ് ടൈപ്പാണ് അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് ഹാവ് എഡ്ജസ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ ഡയറക്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് അൺഡയറക്റ്റഡ് ഗ്രാഫ്സിന് എഡ്ജസ് ഉണ്ട്, ആ എഡ്ജിന് എന്തില്ല, പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ദ എഡ്ജസ് ഇൻഡിക്കേറ്റ് എ ടു വേ റിലേഷൻഷിപ്പ് ഇൻ ദാറ്റ് ഈച്ച് എഡ്ജ് ക്യാൻ ബി ട്രാവേഴ്സ്ഡ് ഇൻ ബോത്ത് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താ പറഞ്ഞത്, ഒരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫിന് എഡ്ജസിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുമാതിരി തന്നെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഒരു ടു വേ റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിലാണ്, അതായത് അതിന് ബോത്ത് ഡയറക്ഷനിലും നമുക്ക് ആ ഒരു എഡ്ജിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഡെഫിനേഷൻ മാത്രം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് സിംപ്ലി നമുക്ക് എന്താ പറയണ്ടേ, ഒരു ഗ്രാഫ് വരെയാണ്. ഇപ്പോൾ ഞാനൊരു ഗ്രാഫ് എടുത്തു. ഇപ്പോൾ 2 ഗ്രാഫ് വരെയാണെങ്കിൽ നമുക്ക് വെർട്ടെക്സ് വേണം. ഇപ്പോൾ 2 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു, അതിൻ്റെ ഒരു എഡ്ജാണ് ഇ എന്ന് പറയുന്ന ഒരു എഡ്ജ് കൊടുത്തു. ഇപ്പം ഇതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് 2 വെർട്ടീസസിനെ കണക്ട് ചെയ്യുന്നതാണ് ഒരു എഡ്ജ് അല്ലേ. അപ്പം ഈ എഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് പൊക്കൂടെ, ആ ഒരു ഡയറക്ഷനിലോട്ട് പോവാം. നമുക്ക് ഡയറക്ഷൻ തന്നിട്ടില്ല കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഈ ഒരു എഡ്ജിനെ വരയാം. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും നമുക്ക് എന്ത് വരയാൻ പറ്റും, എഡ്ജ് വരയ്ക്കാൻ പറ്റും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എഡ്ജ് എന്ന് പറയുന്നത് തന്നെ ഒരു ടു വേ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു. ഇപ്പോൾ ഒരു ഗ്രാഫ് ഞാൻ ഇങ്ങനെ വരച്ചു, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം എനിക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പോവാം, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് വരാം അല്ലേ. അതേമാതിരി തന്നെ നമുക്ക് ഈ എഡ്ജ് ഇങ്ങനെ തന്നെ പൊക്കോണമെന്നില്ല. ഈ എഡ്ജിന് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ നമുക്ക് എഡ്ജ് വരയ്ക്കാം. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഒന്നും പറയാത്ത ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് അൺഡയറക്റ്റഡ് ഗ്രാഫ്സിന് എക്സാമ്പിൾ പഠിക്കുകയാണ്. സോ അൺഡയറക്റ്റഡ് ഗ്രാഫ്സിന് എക്സാമ്പിൾ ഞാൻ കുറച്ച് വരച്ച് തരാം, നോട്ടിൽ വരച്ച് വയ്ക്കുക. ഈ ഒരു ഗ്രാഫാണ്, ഇതിനെന്തില്ല, ഡയറക്ഷൻ ഒന്നും നമുക്ക് എഡ്ജിന് പറഞ്ഞിട്ടില്ല. ഇനി വീണ്ടും ഞാൻ വേറെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ്. ഈ ഒരു ഗ്രാഫിന് നമുക്ക് പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫ്സ് ഉണ്ടായിരിക്കുമോ, എങ്ങനെയാണ്, എന്താണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണേ, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന്, ഇവിടെ ഒരു എക്സാമ്പിൾ വേറെ ഉണ്ട് കേട്ടോ. അൺഡയറക്റ്റഡ് ഗ്രാഫ്സിന് ഒരു എക്സാമ്പിൾ ഇവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നതും ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടുന്ന് ഞാൻ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എഡ്ജ് ഇങ്ങോട്ടും വരയ്ക്കാം. അപ്പം നമുക്ക് ഈ എയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ എഡ്ജ് വരയ്ക്കണം എന്നൊന്നും പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനെയും ബിനെയും കണക്ട് ചെയ്യുന്ന എഡ്ജ് എയിൽ നിന്ന് ബിയിലോട്ടോ അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലോട്ടോ നമുക്ക് പോവാം. അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് എന്താണ് ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെഫിനിഷൻ നോക്കാം. ഡയറക്റ്റഡ് ഗ്രാഫ്സ് ഹാവ് എൻ എഡ്ജ് വിത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്, ഡയറക്റ്റഡ് ഗ്രാഫ്സിന് എന്തുണ്ടായിരിക്കും, എഡ്ജസ് വിത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതൊരു എഡ്ജും ഉണ്ടായിരിക്കും, ആ എഡ്ജ് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുന്ന് 2 വെർട്ടൈസസ് എടുത്തു, എ എന്ന് ബി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലോട്ട് പോകണം എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്തു തരും. ഓക്കെ, അപ്പം നമ്മൾ എയിൽ നിന്ന് ബിയിലോട്ട് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ആരുണ്ട്, ഈ ഒരു ഷേപ്പിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഗ്രാഫ്സിന് ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട്, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു എഡ്ജിന് എവിടെ നിന്ന് എവിടത്തോട്ടേ പോകാൻ പാടുള്ളൂ, എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ബി എന്ന് പറയുന്ന വെർട്ടെക്സിലോട്ട് മാത്രമാണ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതായത് മൂവ് ചെയ്ത് പോകാൻ പാടുള്ളൂ. ഇനി തിരിച്ച് നമുക്ക് പറയാം, ഇതേമാതിരി തന്നെ വേറൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ് ഇത്, എയും ബിയും. ഈ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ എഡ്ജിൽ നിന്ന് എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്, ബിയിൽ നിന്ന് എയിലോട്ടാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്
അല്ല ഈ ഒരു എഡ്ജിൻ്റെ ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എഡ്ജിന് ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ എഡ്ജസ് എന്ന് പറയുന്നതും വൺ വേ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ എന്ത് ചെയ്യുള്ളൂ, കീപ്പ് ചെയ്യുള്ളൂ. എന്താ വൺ വേ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക പറഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞില്ലേ എയിൽ നിന്ന് ബിയിലോട്ട്, ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെ ഈ എഡ്ജിന് ഇവിടുന്ന് എവിടേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, എയിൽ നിന്ന് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ബിയിലോട്ട് പോകാനേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇനീഷ്യൽ വെർട്ടെക്സ് ഇവിടെ ഏതായിരിക്കും, എ ആയിരിക്കും. അതിൻ്റെ ടെർമിനൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. സോ എയിൽ ആ എഡ്ജ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലോട്ട് പോയി അവസാനിക്കുന്നു. അപ്പോൾ അവിടെ ഒരൊറ്റ റിലേഷനേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് നമുക്കിവിടെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കും പോരാം. അതായിരുന്നു അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യണം, അതായത് ഈ ഒരു ഡയറക്ഷനിലാണോ മൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഡയറക്ഷനിലാണോ മൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറയണ്ടേ, ഇൻ ദാറ്റ് ഈച്ച് എഡ്ജ് ഓൺലി ക്യാൻ ബി ട്രാവേഴ്സ്ഡ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. അതായത് ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമാണ് നമുക്ക് ആ ഒരു എഡ്ജിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാവൽ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ എ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ട് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ അൺഡയറക്റ്റഡിലാണെങ്കിൽ എയിൽ നിന്ന് ബിക്കും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, എയിൽ നിന്ന് ബിയിലോട്ട് പോവാം, അതുമാതിരി തന്നെ എയിൽ നിന്ന് എയിലോട്ട് പോവാം. അതായിരുന്നു അവിടെ ടു വേ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നതും അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നതിലും പറയാനുള്ളത്. ഇനി ഒരു ഡയറക്റ്റഡ് ഗ്രാഫിന് എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, എയിൽ നിന്ന് ബിയിലോട്ട് വേണം ആ എഡ്ജ് വരയ്ക്കാൻ, ഇവിടെ നിന്ന് എയിൽ നിന്ന് സിയിലോട്ട് വേണം നമുക്ക് ആ ഒരു എഡ്ജ് വരയ്ക്കാൻ. അതാണ് നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ഗ്രാഫ്സ് പഠിച്ചു, ഡയറക്റ്റഡ് ഗ്രാഫ്സ് ആൻഡ് അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലുള്ള ഗ്രാഫ്സ് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു ടൈപ്പ് ഗ്രാഫ് പഠിക്കാൻ പോവുകയാണ്. ആ ഗ്രാഫിൻ്റെ പേരാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫ് എപ്പോഴാണ് സിമ്പിൾ ഗ്രാഫ് എന്ന് പറയാമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. എ ഗ്രാഫ് ദാറ്റ് ഹാസ് നോ സെൽഫ് ലൂപ്സ് ഓർ പാരലൽ എഡ്ജസ് ആർ നോൺ എസ് എ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ആ ഗ്രാഫിന് എന്തില്ല, സെൽഫ് ലൂപ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ പാരലൽ എഡ്ജസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും, നിങ്ങൾ ഈ ലൂപ്സ് കേട്ടിട്ടുണ്ട്, എന്താണ് പാരലൽ എഡ്ജസ്, ഇങ്ങനെയുള്ള ഒരു ടേം നമ്മൾ കേട്ടിട്ടില്ലല്ലോ അത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം സെൽഫ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു അല്ലേ, ഒരു വെർട്ടെക്സിൽ നിന്ന് ഒരു എഡ്ജ് സ്റ്റാർട്ട് ചെയ്ത് ആ വെർട്ടെക്സിൽ തന്നെ വന്ന് അവസാനിപ്പിക്കുന്നതിനെയാണ് സെൽഫ് ലൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് ഞാൻ വരഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് ആണോ, അല്ല അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് ആവാതിരുന്നത്, ഇതിനൊരു സെൽഫ് ലൂപ്പ് ഉണ്ട് അല്ലേ. ആ സെൽഫ് ലൂപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു സിമ്പിൾ ഗ്രാഫ് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഒരൊറ്റ വെർട്ടെക്സും ഒരു എഡ്ജും മാത്രമുള്ള ഒരു ഗ്രാഫ് വരഞ്ഞു. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫ് ആണോ, അല്ല. എന്താണ്, അതിനൊരു ലൂപ്പ് ഉണ്ട്. ഇനി ഞാൻ വെറുതെ ഒരു ഗ്രാഫ് വേറെ വരയ്ക്കുകയാണ്. ഈ ഒരു ഗ്രാഫ് വരച്ചു, ഇവിടെ വെർട്ടെക്സോളാണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്യണേ. ദെൻ ഇവിടെ എന്ന് പറയുന്ന ഒരു ലൂപ്പ് ഉണ്ട്. സോ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫ് ആണോ, അല്ല. അതിനെന്താണ്, ലൂപ്പ് മാത്രമാണ്. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ് ഒരു സിമ്പിൾ ഗ്രാഫ്, പാരലൽ എഡ്ജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്താണ് പാരലൽ എഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം പാരലൽ എഡ്ജ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഫിഗർ വരയ്ക്കുക. ഞാൻ രണ്ട് വെർട്ടിസസ് എടുത്തു. ആ വെർട്ടിസസ് എടുത്ത് ആദ്യം നമുക്ക് ഒരു എഡ്ജ് E1 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ രണ്ട് വെർട്ടിസസിനെ കണക്ട് ചെയ്തിട്ട് വേറൊരു എഡ്ജ് E2 എന്നുണ്ടായിരുന്നു എങ്കിൽ അങ്ങനെയുള്ള എഡ്ജസിനെയാണ് നമ്മൾ പാരലൽ എഡ്ജസ് എന്ന് പറയുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഡ്ജസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്തിനാണ് പാരലൽ എഡ്ജ് എന്ന് പറയുക ചോദിച്ചു കഴിഞ്ഞാൽ, എ സെറ്റ് ഓഫ് എഡ്ജസ് is called set of two or more edges is called a set of parallel edges if they have same end vertices എന്ന് പറഞ്ഞു. സെയിം എൻഡ് വെർട്ടീസസ്, അതായത് രണ്ട് വെർട്ടീസസ് എടുത്തിട്ട് അതിൻ്റെ എഡ്ജിൻ്റെ രണ്ട് എൻഡ് വെർട്ടീസസും സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ആ സെറ്റ് ഓഫ് ടു ഓർ മോർ എഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
പാരലൽ എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് പാരലൽ എഡ്ജസിൻ്റെ ഡെഫിനിഷൻ? എ സെറ്റ് ഓഫ് ടു ഓർ മോർ edges is called a set of parallel edges. A set of parallel edges if they have, എപ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, if they have same end vertices. If they have same end vertices. ഓക്കെ, എപ്പോഴാണ് പറയാൻ പറ്റില്ല? അവയ്ക്ക് രണ്ടുപേർക്കും സെയിം എൻഡ് വെർട്ടീസസ് ആകുമ്പോഴാണ് നമുക്ക് പാരലൽ എഡ്ജസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിനി പാരലൽ എഡ്ജസ് ഉള്ള കുറച്ച് ഗ്രാഫിനെ കൂടി പരിചയപ്പെടാം. ഒരു ഗ്രാഫാണ് ഞാൻ വരയ്ക്കാൻ പോകുന്ന ഒരു ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ്. ഇപ്പോൾ ഈ വരയ്ക്കുന്ന ഗ്രാഫിന് പാരലൽ എഡ്ജസ് ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ഈ രണ്ട് എഡ്ജസിനെയും അല്ല ഈ രണ്ട് വെർട്ടീസസിനെയും കണക്ട് ചെയ്ത് വേറൊരു എഡ്ജ് വരും. ഇപ്പോൾ ഇത് എന്തായിട്ട് മാറി? ഇതൊരു ഗ്രാഫ് വിത്ത് പാരലൽ എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫായി മാറി. ഇപ്പം ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചാലോ, ഇതെന്ന് പറയുന്നത് പാരലൽ എഡ്ജായി. കാരണം എന്താണ്? രണ്ട് എഡ്ജിന് സെയിം എൻഡ് വെർട്ടീസസ് ആണ് ഉള്ളത്. അതൊക്കെ ഏത് എഡ്ജിനാണ്? ഇപ്പോൾ ഈ E1 എന്ന് പറഞ്ഞ ഈ ഒരു എഡ്ജ് എടുത്താൽ ഈ എഡ്ജിന് ഈ എൻഡ് വെർട്ടീസസ് ഇത് രണ്ടുമാണ്. അതേമാതിരി തന്നെ ഈ ഒരു ലൈനിനും എൻഡ് വെർട്ടീസസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോമിലാണ്. ഇങ്ങനെ എൻഡ് വെർട്ടീസസ് വരുന്നതിനെയാണ് ഇങ്ങനെ വരുന്ന എഡ്ജസിനെയാണ് നമ്മൾ പാരലൽ എഡ്ജസ് എന്ന് പറയും. അപ്പം അങ്ങനെ പാരലൽ എഡ്ജസ് വരുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് സിമ്പിൾ ഗ്രാഫ് അല്ല. അപ്പോൾ ഈ ഒരു വരഞ്ഞിരിക്കുന്ന ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് ആണോ? അല്ല അല്ലേ? അപ്പോൾ ഈ വരഞ്ഞിരിക്കുന്ന ഗ്രാഫ് എന്തല്ല? സിമ്പിൾ ഗ്രാഫ് അല്ല. സോ നമുക്ക് ഓക്കെ, ഇപ്പോൾ സിമ്പിൾ ഗ്രാഫിന് എക്സാമ്പിൾസ് ആണ് ഇനി മുതൽ ഞാൻ പറയാൻ പോണേ. സിമ്പിൾ ഗ്രാഫിന് ജസ്റ്റ് ഞാനൊരു വെർട്ടെക്സ് മാത്രം വരഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ഗ്രാഫാണ്. രണ്ട് വെർട്ടീസസ് വരഞ്ഞ് ഞാൻ അതിനൊരു എഡ്ജ് ഇങ്ങനെ വരഞ്ഞപ്പോൾ ഇതെന്താണ്? ഒരു സിമ്പിൾ ഗ്രാഫാണ്. കാരണം എന്താ? ഇതിന് മൾട്ടിപ്പിൾ എഡ്ജസ് ഉണ്ടോ? മൾട്ടിപ്പിൾ എഡ്ജസ് മീൻസ് പാരലൽ എഡ്ജസ് ഉണ്ടോ? ഇല്ല, പാരലൽ എഡ്ജസ് ഇല്ല. പിന്നെ സെൽഫ് ലൂപ്സ് ഉണ്ടോ? അതും ഇല്ല. അപ്പോൾ പിന്നെ ഇത് എന്തല്ല? ഇതെന്താണ്? സിമ്പിൾ ഗ്രാഫാണ്. ഇനി വേറെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഷേപ്പിൽ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഗ്രാഫാണ്. ഇനി വേറെ ഒരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഗ്രാഫ്. അപ്പോൾ ഇനി സിമ്പിൾ അല്ലാത്തതിനൊരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒന്നല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടതിന് ഞാനൊരു ലൂപ്പ് കൊടുത്തു. അപ്പോൾ അതെന്തായിട്ട് മാറി? ഇതൊരു സിമ്പിൾ ഗ്രാഫ്. ഇപ്പോൾ സിമ്പിൾ ഗ്രാഫ് അല്ലാത്തതിന് എക്സാമ്പിളാണ് ഇനി അങ്ങോട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫ് അല്ല. ഇനി വീണ്ടും നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ ഇതിനെ സിമ്പിൾ ഗ്രാഫ് അല്ലാതെ വരയ്ക്കുന്ന ഒരു പാരലൽ എഡ്ജ്. ഇപ്പോൾ നമ്മളിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പാരലൽ എഡ്ജാണ് കൊടുത്തത്. വേണമെങ്കിൽ നമുക്കൊരു ലൂപ്പ് കൂടിയും കൊടുക്കാം അല്ലേ? ഇപ്പോൾ ഒരു ലൂപ്പ് കൂടിയും കൊടുത്തു. ഇപ്പോൾ ഇതെന്നല്ല എന്തല്ല? സിമ്പിൾ. ഇപ്പോൾ സിമ്പിൾ അല്ലാത്തതിന് ഗ്രാഫ്സ് ആണ് ഞാൻ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതിനാണ് എക്സാമ്പിൾസ്. മുകളിൽ വരഞ്ഞിരിക്കുന്ന ഓരോന്നും എന്തിനും എക്സാമ്പിളാണ്? സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫിന് എക്സാമ്പിൾ. അപ്പോൾ അതായിരുന്നു സിമ്പിൾ ഗ്രാഫും സിമ്പിൾ അല്ലാത്ത ഗ്രാഫും എന്ന് പറഞ്ഞതിന് എക്സാമ്പിൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അസിമെട്രിക് ഗ്രാഫ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ അസിമെട്രിക് ഡയഗ്രാഫ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അസിമെട്രിക് ഗ്രാഫ് എന്ന് പറയുന്നതും അസിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അസിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നത് ദ ഡയഗ്രാഫ് ഹാവിങ് ഓൺലി വൺ ഡയറക്റ്റഡ് എഡ്ജ് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് വെർട്ടീസസ് but can have self loops are called asymmetric digraphs എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താ പറയുന്നത്? അസിമെട്രിക് ഡയഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തേ പറയാമുള്ളൂ? ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ഗ്രാഫ് പറയുമ്പോൾ അതിന് കുറേ വെർട്ടീസസ് ഉണ്ടാവുമല്ലോ. അപ്പം അതിലുള്ള ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? വരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിന് വേണമെങ്കിൽ സെൽഫ് ലൂപ്സ് വരാം, എന്നാലും ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജ് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസിമെട്രിക് ഡയഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ അസിമെട്രിക് ഡയഗ്രാഫിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സെറ്റ് ഓഫ് 3 വെർട്ടീസസ് എടുത്തു. അപ്പോൾ ഈ ഒരു 3 വെർട്ടീസസിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ? ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജ് മാത്രമാണ് നമുക്ക് വരാൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ഏത് പെയർ? ഇപ്പം ഞാൻ ഈ 2 പെയർ എടുത്തപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുന്ന
എന്തേ ഉള്ളൂ, ഒരൊറ്റ ഡയറക്റ്റഡ് ഗ്രാഫേ ഉള്ളൂ. ഇനി ഈ 2 പോയിന്റ്സിനെ എടുത്ത് ഞാൻ വരയ്ക്കുമ്പോൾ അവിടെ ഒരു ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജേ ഉള്ളൂ. അങ്ങനെ വരുന്നതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിമെട്രി ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇനി വേണമെങ്കിൽ ഇതിന് ലൂപ്സ് വരാട്ടോ. ഇപ്പോൾ ലൂപ്പ് ഇല്ലാതെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് വന്നിരുന്നാൽ കൂടി നമുക്കിത് എന്താണ്, അസിമെട്രിക് ഗ്രാഫാണ്. അപ്പോൾ എപ്പോഴാണ് ഇത് അസിമെട്രിക് ഗ്രാഫ് ആവാതിരിക്കുക? ഇപ്പം ഞാൻ ഈ ഒരു എഡ്ജിനെയും ഇതിനെയും കണക്ട് ചെയ്തിട്ട് വേറെ ഒരു ഡയറക്റ്റഡ് എഡ്ജ് കൂടി വരഞ്ഞു. ഇപ്പം ഈ ഗ്രാഫ് എന്തല്ല, അസിമെട്രിക് ഗ്രാഫ് അല്ല. കാരണം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റഡ് എഡ്ജ് മാത്രമാണോ ഉള്ളത്? അല്ല, ഇങ്ങനെ ഒരു എഡ്ജുണ്ട്, വേറൊരു എഡ്ജുണ്ട്. നമ്മൾ എ ബി എന്ന് ഈ വെർട്ടെക്സസിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ എ ബിക്ക് 2 ഡയറക്റ്റഡ് എഡ്ജസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഗ്രാഫ് എന്തല്ല, അസിമെട്രിക് ഗ്രാഫ് അല്ല. ഓക്കെ, അതായിരുന്നു അസിമെട്രിക് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അസിമെട്രിക് ഗ്രാഫ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഈ ഗ്രാഫിനെ ഒന്നുകൂടി സിംപ്ലി ആയിട്ട് വരഞ്ഞു ചെറുതാക്കി വരയാം. ഓക്കെ, ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് എ ബി സി ഡി ആണ്. ഗ്രാഫിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ബിൻ്റെ ഡയറക്ഷൻ സി എന്ന് പറയുന്നത് ഇങ്ങോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രാഫിന്. ഇപ്പം നമ്മൾ ഏതൊരു വെർട്ടീസസ്, ഇവിടെയൊക്കെ വെർട്ടീസസ് ഉണ്ട്, ഓരോ എൻഡിലും നമുക്ക് ഓരോ വെർട്ടീസസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഏതൊരു പെയർ ഓഫ് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജ് മാത്രമേ ഉള്ളൂ അല്ലേ. എനെയും ബിനെയും കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജേ ഉള്ളൂ. ബിനെയും സീനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഡയറക്റ്റ് എഡ്ജേ ഉള്ളൂ. എനെയും സീനെയും നമുക്ക് കണക്ട് ചെയ്തിട്ട് എന്തേ ഉള്ളൂ, ഒരു ഡയറക്റ്റഡ് എഡ്ജേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലാ പോയിന്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഡയറക്റ്റഡ് എഡ്ജ് മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസിമെട്രിക് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഒരു ലൂപ്പ് വരഞ്ഞു കഴിഞ്ഞത് തെറ്റിപ്പോവാം? ഇല്ല, ലൂപ്പും വരാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ അതായിരുന്നു അസിമെട്രിക് ഗ്രാഫ്സിന് എക്സാമ്പിളായിട്ട് നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി പറഞ്ഞതാണ്. ഓക്കെ, ഇനി സിമ്പിൾ ഗ്രാഫിന് എക്സാമ്പിളും കൂടിയാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. എന്തിനു കൂടി എക്സാമ്പിളാണ്, സിമ്പിൾ ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടത് സിമ്പിൾ ഗ്രാഫിന് എക്സാമ്പിളായി? ഇതിന് പാരലൽ എഡ്ജസ് ഒന്നുമില്ല, ലൂപ്സും ഇല്ല അല്ലേ. എന്നാൽ ഞാൻ രണ്ടാമത് വരഞ്ഞ ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് ആവുമോ? ഇല്ല. കാരണം എന്താ, ഞാൻ അതിനൊരു ലൂപ്പ് കൂടിയും വരഞ്ഞു കൊടുത്തു അല്ലേ. ഇപ്പോൾ ലൂപ്പ് വരയുമ്പോൾ അത് എന്താവാതെ സിമ്പിൾ ഗ്രാഫ് അല്ലാണ്ട് മാറും. ലൂപ്പ് ഇല്ലാതെ ഈ ഒരു ഫിഗർ മാത്രം വരയ്ക്കുമ്പോൾ അത് സിമ്പിൾ ഗ്രാഫായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു സിമ്പിൾ ഗ്രാഫിന് ഞാൻ വേറെ ഒരു പാരലൽ എഡ്ജ് കൂടിയും വരയ്ക്കുകയാണ് എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു എഡ്ജ് കൂടി ഇവിടെ വരച്ചു എങ്കിൽ ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ സിമ്പിൾ ഗ്രാഫാണോ? അല്ല അല്ലേ. എന്താണ്, എനെയും ബി എന്ന് പറയുന്ന 2 വെർട്ടെക്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കവിടെ എന്തുണ്ട്, 2 എഡ്ജസ് ഉണ്ട്. സോ E1, ഈ ഒരു എഡ്ജിനെ E1 എന്നും ഈ ഒരു എഡ്ജിനെ E2 എന്നും എടുത്തു കഴിഞ്ഞാൽ E1നും E2ൻ്റെയും എൻ്റെ വെർട്ടീസസ് എയും ബി ആണ് വരുന്നത്. സോ E1നും E2നും 2 വെർട്ടീസസ് എയും ബിയും വന്നതുകൊണ്ട് തന്നെ നമുക്ക് അതെന്ത് പറയാൻ പറ്റും, സിമ്പിൾ ഗ്രാഫ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ അസിമെട്രിക് ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു തോന്നിയിട്ടുണ്ടായിരിക്കും എന്താണ് സിമെട്രിക് ഗ്രാഫ്സ് എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലേ. ഇപ്പം സിമെട്രിക് ഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്, ദ ഡയഗ്രാഫ് ഇൻ ഫോർ ഈച്ച് എഡ്ജ് എക്സ് വൈ. ഏതൊരു എഡ്ജ് എക്സ് വൈ ഉണ്ടെങ്കിൽ, അതായത് എക്സ് വൈ എന്ന് പറയുന്ന ഒരു എഡ്ജ് പറയുമ്പോൾ നമ്മൾ 2 പോയിന്റ് എടുക്കുകയാണ്, എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പം എക്സിൽ നിന്ന് വൈയിലോട്ട് ഒരു എഡ്ജ് പോവുക എന്നതാണ് എഡ്ജ് എക്സ് വൈ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഏതൊരു എഡ്ജ് എക്സ് വൈ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഒരു എഡ്ജ് വൈ എക്സ് കൂടി ഉണ്ടായിരിക്കണം. വൈയിൽ നിന്ന് എക്സിലോട്ട് വേറൊരു എഡ്ജ് കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിമെട്രിക് ഗ്രാഫ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫ്, ഒരു ഡയഗ്രാഫ് ഇൻ വിച്ച് ഈച്ച് എഡ്ജ് എക്സ് വൈ ദർ ഈസ് ആൾസോ എൻ എഡ്ജ് വൈ എക്സ് ആർ നോൺ ആസ് ഡയഗ്രാഫ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗ്രാഫ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാഫിന് നമ്മൾ എക്സാമ്പിൾ ഉണ്ട്. ആ ഡയഗ്രാഫിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമുക്ക്, ഡയഗ്രാഫ് അല്ല, സിമെട്രിക് ഗ്രാഫിന് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഇവിടെ എക്സ് സെഡ്, ഇപ്പം എക്സ് സെഡിലേക്ക് നമുക്കൊരു എഡ്ജ് ഉണ്ട്, തിരിച്ച് നമുക്ക് എവിടെ നിന്നും ഉണ്ട്, സെഡ് വൈയിലോട്ട് അടുത്തൊരു എഡ്ജ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ തിരിച്ചും എക്സിൽ നിന്ന് സെഡിലോട്ട് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ സെഡിൽ നിന്ന് എക്സിലോട്ട് എഡ്ജ് ഉണ്ട്. അങ്ങനെ ഒരെണ്ണത്തിന് മാത്രം ട്രൂ ആയാൽ മതിയോ? ഇല്ല, എല്ലാ എഡ്ജും. അപ്പോൾ ഇവിടെ എങ്ങനെ പറയണേ, ഇപ്പം ഇനി അടുത്ത് നോക്കിക്കേ, സെഡിൽ നിന്ന് വൈയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വൈയിൽ നിന്ന് ഇവിടുന്ന് എന്തിലോട്ടും ഉണ്ട് ഒരു എഡ്ജ്, സെഡിലോട്ടും ഒരു എഡ്ജ് ഉണ്ട് അല്ലേ. ഇനി നോക്കിക്കേ, എക്സിൽ നിന്ന് വൈയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്,
വൈയിൽ നിന്ന് എക്സിലോട്ടും ഒരു എഡ്ജ് ഉണ്ട്. സോ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? സിമ്മട്രിക് ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, എന്തിന് എക്സാമ്പിളാണ്? സിമ്മട്രിക് ഗ്രാഫ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഏതൊരു എഡ്ജ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ തിരിച്ച് വൈ എക്സ് എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ സിമ്മട്രിക് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ടൈപ്പ് ഓഫ് ഗ്രാഫ്സ് ആണ് പഠിച്ചത്. ഇപ്പം നമ്മൾ ആദ്യം ഡയറക്റ്റഡ് ഗ്രാഫ് പഠിച്ചു, പിന്നെ എന്ത് പറഞ്ഞു? അൺഡയറക്റ്റഡ് ഗ്രാഫ് പഠിച്ചു. അതിനുശേഷം സിമ്പിൾ ഗ്രാഫ് പഠിച്ചു, സിമ്പിൾ അല്ലാത്ത ഗ്രാഫിന് എക്സാമ്പിൾ പഠിച്ചു, അസിമെട്രിക് ഗ്രാഫും സിമെട്രിക് ഗ്രാഫും പഠിച്ചു. ഇനിയും നമുക്ക് ഓരോ ഗ്രാഫ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പം ഇത്രയാണ് ഉള്ളത്.